ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയുമായ നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും നമ്മളെ ഫോക്സ് മില്ലറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അഥവാ തിന വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റും ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ തിന എടുത്തിട്ടുണ്ട്. തിന എന്ന് പറഞ്ഞാൽ അധികം ആൾക്കും തിന എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരെ പക്ഷികൾക്കും കൊടുക്കുന്ന സാധനം എന്നുള്ളതാണ്. പക്ഷേ ഇത് പക്ഷികൾക്ക് കൊടുക്കുന്നതല്ല. പക്ഷികൾക്ക് കൊടുക്കുന്ന തിനക്ക് കുറച്ച് ചെറിയൊരു ആവരണം ഉണ്ടാവും. അതൊക്കെ നീക്കി കളഞ്ഞിട്ട് ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമായ തിനയാണ്. ഇത് വാങ്ങുന്ന സമയത്ത് കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് തന്നെ വാങ്ങണം. ചില സ്ഥലത്തുനിന്ന് വെച്ച് സാധാരണ ഇങ്ങനെ ബൾക്കായിട്ട് സാധനം വാങ്ങുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അവിടെയൊക്കെ പോയാൽ അങ്ങനെ രണ്ട് തരത്തിൽ തിന വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. ഇത് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് ചേർക്കുന്നില്ലെങ്കിൽ സാധാരണ പച്ചപ്പയർ ചേർത്ത് കൊടുക്കാം, 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. നല്ല കളറ് വെള്ളമാകുന്നവരെ, ഇതാ ഫ്രഷ് ആയിട്ട് വെള്ളമാകുന്നവരെ നമുക്ക് കഴുകിയെടുക്കാം. ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മട്ട അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവിൽ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ അരി ചേർത്ത് കൊടുക്കാം. പക്ഷേ അരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അരി സെപ്പറേറ്റ് ഒന്ന് കുതിർത്തി വെക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ 4 മണിക്കൂറിൽ കൂടുതൽ ഈ മില്ലറ്റ് പുതിർത്തിയാൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയുകയാണെ അതൊരു പുളിച്ചൊരു സ്മെല്ലൊക്കെ വരും. എനിക്ക് തോന്നിയതാണ്. കുറച്ച് കറക്റ്റ് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ മാത്രം കുതിർത്തി എടുത്താൽ മതി. ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് അവലും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് പൊങ്ങാൻ വെക്കാനോ ഒന്നുമില്ല. സാധാരണ കുറച്ച് സമയം മുമ്പ് കുതിർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. ആ കുതിർത്തിയ വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതാ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ അളവ് സാധാരണ ദോശമാവിനൊക്കെ നമ്മൾ ഒഴിക്കാറില്ല, അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയാൽ മതി. അധികം കട്ടിയുമില്ല. സാധാരണ നമ്മൾ ദോശ ഒഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കൂല, അതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മാവിൻ്റെ പരുവം വേണ്ടത്. ഇതാ കട്ടിയും അതുപോലെ തന്നെ ലൂസും അല്ലാത്ത ടെക്സ്ചറാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിളിൻ്റെ ആവശ്യമുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി പാനിലേക്ക് സാധാരണ ദോശ ചുടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം. സാധാരണ നേരിയതായിട്ട് ചുട്ടെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. തിന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മില്ലറ്റ് ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മളെ ഷുഗർ കുറയാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ തടി കൂടുതലുള്ളവർക്കൊക്കെ തിനയും മില്ലറ്റും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. നല്ല ഫൈബർ റിച്ചാണ്. അപ്പോൾ ഇത് കഴിക്കുന്നത് മൂലം നമ്മളെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കുകയും ചെയ്യും. ഇതിലേക്ക് ഇനി കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗീ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഗീ ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മളിതാ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. സാധാരണ ഉത്തപ്പത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ ക്യാരറ്റും ഉള്ളിയും മല്ലിയിലും ഒക്കെ ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ അപ്പത്തിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. തിന എന്ന് പറയുകയേ ചെയ്യില്ല. നമ്മൾ സാധാരണ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നത് പോലെ അതേ ഒരു രുചിയിലുള്ള ഒരു അപ്പം തന്നെയാണ്. നല്ല ഫില്ലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എരിവിന് വേണ്ടിക്ക് കുരുമുളകോ മുളകോ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ മുട്ട ഒഴിച്ചിട്ടും നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി കുറച്ചുകൂടി ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫുള്ളായിട്ട് കുക്കായി വരുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ റോളർ വെച്ചിട്ടോ, നോൺ സ്റ്റിക്ക് ആകുമ്പോൾ റോളർ ഇതിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല കാണാൻ വേണ്ടിക്ക് നല്ല ഭംഗിയാണ്. കുട്ടികൾക്കും കഴിക്കാൻ കൊടുക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. ഇത് നമുക്കിനി പതുക്കെ മെല്ലനെ ഇതുപോലെ ചുരുട്ടി കൊടുക്കാം, റോളാക്കി എടുക്കാം. കുക്കായി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഈ പാനിൽ ഇളകാൻ വേണ്ടിക്ക്.
കട്ടായി വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുക്കാകുന്ന സമയം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എന്നിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ചൂടോട് തന്നെ നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കണമെന്നില്ല. സാധാരണ ദോശ ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ്, സാധാരണ കാണുന്നതിനെക്കാട്ടി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആവും. ഇനി സാധാരണ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് സാധാരണ ഒരു പ്ലേറ്റിലിട്ടിട്ട് നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി കൊണ്ടോ അതുപോലെ തന്നെ ഒരു പിസ്സ റോളർ കൊണ്ടോ നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ പിന്നെ ഒരു സന്തോഷമല്ലേ ഇതുപോലെ റോളൊക്കെ കാണുമ്പോൾ. വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിൽ വേറെ വെജിറ്റബിൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പനീർ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചിക്കനും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെയിറ്റ് കുറക്കുന്നവരും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവരൊക്കെ എപ്പോൾ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആണ്, അതുപോലെ തന്നെ ഹെൽത്തി ആണ് കഴിക്കാൻ വേണ്ടിക്ക്. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെയൊക്കെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് വേറെ മില്ലറ്റ് വെച്ചിട്ടുണ്ടാക്കാം, റാഗി വെച്ചിട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ പിന്നെ ബാജ്റ, അങ്ങനെ പലതരം മില്ലറ്റ്സ് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മില്ലറ്റിനെ കുറിച്ചുള്ള നല്ലൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മില്ലറ്റ് എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ വീഡിയോ പോയി കണ്ടു നോക്കാം. ഇതുപോലെ നമുക്ക് സെർവ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. നല്ല അടുക്കി വെച്ച റോളൊക്കെ അടുക്കി വെച്ച അതിലില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്കും. അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിൽ നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ കുറച്ച് പുതിനയില, പച്ചമുളക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് തേര് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ തേര് ഉപയോഗിക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ചട്നിയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.